നമ്മുടെ റെയിൽവേയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഡിയിലേക്ക് എല്ലാവരും കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു. 32,000 മുകളിലാണ് വേക്കൻസി വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും A-Z കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്യുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ്. എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. കാരണം എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നു പോയാൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇനി അപേക്ഷകൾ നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് അഥവാ നമുക്ക് തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന RRB ഏതായിരിക്കണം, നിങ്ങൾക്ക് എത്ര RRB സെലക്ട് ചെയ്യാൻ പറ്റും തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും നമ്മൾ ഏത് തരത്തിലുള്ള ഫോട്ടോ ആണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്, സിഗ്നേച്ചർ അങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മൾ റീസെൻ്റ് ആയുള്ള എല്ലാ അപ്ഡേഷൻസും നമ്മളിത് ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഇപ്പം നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതായിരുന്നു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇതിനെ റിലേറ്റ് ചെയ്തുള്ള എല്ലാ കാര്യങ്ങളും അപ്രന്റീഷിപ്പിൻ്റെ വെയിറ്റേജിനെ കുറിച്ചിട്ടും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ കവർ ചെയ്യുന്നുണ്ട്. ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 38 മിനിറ്റോളം വരുന്ന വീഡിയോ ഇന്നലെ നമ്മൾ ചെയ്യുകയുണ്ടായി. ഈ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും വാച്ച് ചെയ്യണം. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് കേട്ടോ. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഗ്രൂപ്പ് ഡി നിങ്ങൾക്ക് കാണാം. റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോസ് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി, നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഓരോ ഘട്ടമായിട്ട് വരാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന ഒരു ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലേക്കാണ് നിങ്ങൾ വരിക. അവിടുന്ന് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ തന്നെ ഞാൻ അതിൻ്റെ ഒരു ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. റെയിൽവേ ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നേരെ എന്ത് ചെയ്യും, ഇത് ഓപ്പൺ ആയി വരും. ഓക്കെ, അതിൽ ഇനി അതല്ലെങ്കിൽ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, റെയിൽവേ ജോബ്സ് എന്നാണ് ഇവിടെ കാണാൻ പറ്റും. ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേജിൽ തന്നെയാണ് ഇവിടെ കാണാൻ RRB ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെൻറ്റ് 32,438 വേക്കൻസീസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10ാം ക്ലാസ് മാത്രമാണ് ഇതിലേക്ക് യോഗ്യത. ഇനി IT ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ അപ്രന്റീഷിപ്പ് കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് വീണ്ടും പറയാത്തത്. പിന്നെ ഫീ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 23 ജനുവരി മുതൽ നിങ്ങൾക്ക് ഫെബ്രുവരി 22 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ലിങ്കിലെ നോട്ടിഫിക്കേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ നോട്ടിഫിക്കേഷനിലെ A-Z കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ നേരെയുള്ള നോട്ടിഫിക്കേഷൻ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കാണാം കേട്ടോ ദയവായിട്ട്. ഇനി അതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യാനാണല്ലോ അപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടണം അപ്ലിക്കേഷൻ ഫോം എന്നിട്ട് കാണാം. അപ്പോൾ ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. ജസ്റ്റ് ഓപ്പൺ ആക്കി കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ RRBയുടെ ആപ്ലിക്കേഷൻ പോർട്ടൽ. ഇതാണ്. അപ്പോൾ ഇത് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡൗൺലോഡ് ഫോർമാറ്റ് എന്നാണ് ഇവിടെ കാണാൻ. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ വിളിച്ചിരിക്കുന്ന ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ കാണാം. CN 8/2024 ഇതാണ്. അപ്പോൾ അതിൻ്റെ അവിടെ ജസ്റ്റ് നിങ്ങൾ മൗസ് വയ്ക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോർമാറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് SC/ST കിട്ടും, OBC NCLൻ്റെ കിട്ടും. പിന്നെ OBC NCL തന്നെ സെൽഫ് ഡിക്ലറേഷൻ വേണം. അതൊക്കെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്താണ് വേണ്ടത്. അതുപോലെ മറ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ കയ്യിൽ വേണം. EWS കാൻഡിഡേറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, ദെൻ അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളുള്ള ഫോർമാറ്റ് ഒക്കെ ഇതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളത് കാണണം. വീണ്ടും ഇടയ്ക്ക് പറയേണ്ടി വരുന്നത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടാകും എന്നുള്ള ഇത് വിചാരിച്ചിട്ടാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇതുവരെ RRBയുടെ ഒരു എക്സാമിനേഷനും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇനി ഓൾറെഡി നമ്മൾ NTPC അതുപോലെ ടെക്നീഷ്യൻ അതുപോലെ ലോക്കോ പൈലറ്റ് അതുപോലെ തുടങ്ങിയിട്ടുള്ള വിവിധ മിനിസ്റ്റീരിയൽ അതുപോലെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചിരിക്കുന്ന വേക്കൻസികളെല്ലാം ഇതിൽ ഏതെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. PSC ഒക്കെ പോലെ ഒരു തവണ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി, വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ള ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി ആദ്യമായിട്ട് ഇതുവരെ നിങ്ങൾ RRBയുടെ എക്സാം ഒന്നും എഴുതിയിട്ടില്ല, RRBയുടെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഇവിടെ കാണാം നിങ്ങൾക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഒരു ഫോം ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്യണം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ആദ്യം നമ്മുടെ രാജ്യം ഏതാണ് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യാം. ഓക്കെ,
അത് നമ്മുടെ ഫുൾ നെയിം കൊടുക്കുക. ദെൻ നിങ്ങളുടെ പേര് അത് സെയിം പേരിനോട് റീടൈപ്പ് ചെയ്യുക. അത് SSLC ബുക്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് അതുപോലെ നിങ്ങൾ ഇവിടെ കൊടുക്കുക. നിങ്ങളുടെ പേര് എപ്പോഴെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. ദെൻ അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ത് ചെയ്യുക, കലണ്ടർ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താ വെച്ചാൽ നിങ്ങളത് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇത് റീടൈപ്പ് ചെയ്യാം, നമ്മൾ മാനുവലായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ മെയിൽ ഓർ ഫീമെയിൽ അയച്ചാൽ സെലക്ട് ചെയ്യാം. ദെൻ വീണ്ടും അത് നമ്മൾ രണ്ടാമത് സെലക്ട് ചെയ്യാം. ഇനി അതിനുശേഷം നിങ്ങളുടെ ഫാദറിൻ്റെ പേര് അതുപോലെ നിങ്ങളുടെ ഫാദറിൻ്റെ പേരോടെ റീടൈപ്പ് ചെയ്യാം. മദറിൻ്റെ പേരോടെ റീടൈപ്പ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ മെയിൽ ID ഇവിടെ മെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക. എന്നിട്ട് ജനറേറ്റ് OTP എന്ന് കൊടുത്താൽ നിങ്ങളുടെ മെയിലിലേക്ക് OTP വരും. ആ OTP ഇവിടെ അടിച്ചു കൊടുക്കാം. അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കാം, ജനറേറ്റ് OTP എന്ന് കൊടുക്കാം. മൊബൈൽ നമ്പറിലേക്ക് OTP വരും, അതുകൂടെ അടിച്ചു കൊടുക്കുക. അങ്ങനെ വെരിഫൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ആധാർ വെരിഫിക്കേഷനാണ്. നിങ്ങൾ ആധാർ നമ്പർ എന്ത് ചെയ്യണം, ഇതിൽ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജനറേറ്റ് OTP എന്ന് കൊടുത്താൽ നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് OTP വരും. അങ്ങനെ നമ്മൾ ആധാർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ, മൊബൈലുമായിട്ട് നമ്മുടെ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ അക്ഷയയിൽ പോയിട്ട് അത് ലിങ്ക് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ OTP ലഭിക്കും. ആ OTP ആണ് ഇവിടെ കൊടുക്കേണ്ടത്. എന്നിട്ട് വെരിഫൈ എന്ന് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ആധാർ ഇല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ആധാർ കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ രീതിയിലും ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷേ നമ്മളോട് ഇവർ അഡ്വൈസ് ചെയ്യുന്നത് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. കാരണം നമുക്ക് എക്സാമിനേഷനും അതിൻ്റെ മറ്റു സെലക്ഷൻ പ്രോസസ്സിലൊക്കെ നമുക്ക് വളരെ ഒരു സ്മൂത്ത് എൻട്രി നമുക്ക് ലഭിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സാമിലേക്ക് അല്ലെങ്കിൽ നമുക്ക് എക്സാം സെൻറ്ററിലേക്ക് പ്രവേശിക്കാൻ പറ്റും എന്നുള്ളതാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ആധാർ കാർഡ് തന്നെ ഉണ്ടെങ്കിൽ കൊടുക്കാനാണ്. ഇല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആധാർ കാർഡ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഐ ഡോണ്ട് ഹാവ് ആധാർ കാർഡ് എന്നുള്ളത് കൊടുക്കുക. ഉടനെ തന്നെ പോയിട്ട് നിങ്ങൾ ആധാർ കാർഡ് എടുക്കുക. പിന്നീട് നിങ്ങൾക്ക് ആധാർ കാർഡ് എന്ത് ചെയ്യാം, ആധാർ നമ്പർ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിർബന്ധമില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. പക്ഷേ നിങ്ങൾ ഉണ്ടെങ്കിൽ അത് മാക്സിമം കൊടുക്കുക, അത് സ്കിപ്പ് ചെയ്യേണ്ട. കാരണം നമുക്ക് എക്സാം സെൻറ്ററിലേക്ക് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ബയോമെട്രിക് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്ത് അവർക്ക് നമ്മളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് കയറ്റാൻ പറ്റും എക്സാം ഹോളിലേക്ക്. മറ്റേന്ന് നമ്മളെ കയ്യിലുള്ള ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ വോട്ടർ ID ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഫോട്ടോ ഒക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നല്ല ഉറപ്പിക്കേണ്ട കുറേ സമയം അവിടെ വരും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്നത് ആധാർ കാർഡ് വെക്കണം എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ അത് വെക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ല എന്നുള്ളൊരു ഓപ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങളിവിടെ ടിക്ക് ചെയ്യുക, നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കുക. എന്നിട്ട് ഇതിന് ശേഷം നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ കൺഫേം പാസ്വേഡ്. പാസ്വേഡിൽ നിങ്ങൾ നമ്പറും ലെറ്ററും സ്പെഷ്യൽ ക്യാരക്ടറൊക്കെ വരുന്ന രീതിയിലുള്ള പാസ്വേഡ് എടുക്കുക. എന്നിട്ട് ക്യാപ്ച സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളത് കൊടുത്തിട്ടാണ് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസ് തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ അടിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ കാണാം RRB രജിസ്ട്രേഷൻ വീഡിയോ ആണിട്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വീഡിയോ ഓപ്പൺ ആയി വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഞാൻ കാണിക്കാം ഏത് മുതൽ കണ്ടാൽ മതി എന്ന് വെച്ചാൽ, ഈ വീഡിയോ കണ്ടാൽ മതി. ഏകദേശം നിങ്ങൾക്ക് 2 മിനിറ്റ് മുതൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടാൽ മതി. ഇത് ഞാൻ ടെക്നീഷ്യന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. ഇത് മൊബൈൽ ഉപയോഗിച്ചിട്ട് മൊബൈൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് നമ്മൾ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ പരിപാടിയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാരണവശാലും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊരു വൺ ടൈം രജിസ്ട്രേഷൻ ആണ്, പിന്നീട് നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ കൊടുക്കുക. അത് പ്രത്യേകം ഞാൻ മറ്റേ നോട്ടിഫിക്കേഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ ഞാനത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണ ലഭിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, വേഗം ചാടി കയറി അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ SSLC ബുക്കിലുള്ള പോലെയല്ല നിങ്ങളുടെ പേര് ഇനിഷ്യലില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാറിപ്പോയി, ഇതൊക്കെ ഇഷ്യൂ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ റീടൈപ്പ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്നതും കൊടുക്കുന്നതൊക്കെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും ഇവിടെ റീടൈപ്പ് എന്നുള്ള ഓപ്ഷൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഓരോ കോളംസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെയിം തന്നെ ഇവിടെ അടിക്കുമ്പോൾ നമുക്കത് ഇത് സക്സസ്ഫുള്ളി നമുക്ക് സേവ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ കെയർഫുൾ ആയിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. വാലിഡ് ആയിട്ടുള്ള മെയിൽ ID കൊടുക്കുക. മെയിൽ ID മൊബൈൽ നമ്പർ ഒന്നും പിന്നെ മാറ്റാൻ പറ്റില്ല, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പാസ്വേഡ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രിവ്യൂ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മുടെ മെയിൽ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഈ പാസ്വേഡോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്വേഡും വെച്ച് നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന മെയിൽ ID അതല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസർ നെയിം ആയിട്ട് യൂസ് ചെയ്യുക. ദെൻ പാസ്വേഡ് നമ്മളിവിടെ കൊടുക്കുന്ന പാസ്വേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ നിന്നാണ് ചെയ്ത് കാണിക്കണം തോന്നുന്നില്ല, കാരണം വളരെ സിമ്പിളായുള്ള സ്റ്റെപ്പാണ്. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഇത് അവിടെ കാണാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നത് കോൺടാക്ട് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം, ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സപ്പ് ലിങ്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് എന്താണ് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനും ആ രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ കോൺടാക്ട് ചെയ്യാം ആപ്ലിക്കേഷൻ ചെയ്ത് തരുന്നതുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞവരുണ്ടാവും. ഇനി ഓൾറെഡി ഇപ്പം ചെയ്യാത്തവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുക. ആ സ്റ്റെപ്പ് ചെയ്യുന്നതിന് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യാതിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് മുതൽ ഇങ്ങോട്ട് കണ്ടാൽ എങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോക്കിയും കണ്ടും
പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് ഫുള്ള് കാണണ്ട. ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണുന്നില്ല. ഇത് നമ്മുടെ ടെക്നീഷ്യൻ്റെ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ആണ്. ഏകദേശം ഒരു കുറേ 10 മാസം മുൻപ് ചെയ്ത വീഡിയോ ആണത് കേട്ടോ. അപ്പോൾ രജിസ്ട്രേഷൻ പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. മൊബൈൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യാന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ ലോഗിനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ലോഗിനാണ്. അപ്പോൾ രജിസ്ട്രേഷൻ വീഡിയോ ഇനി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തരണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ഒരു സെപ്പറേറ്റ് ചെറിയ വീഡിയോ ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇനി നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് അവിടെ ഇങ്ങനെ കാണാം. അപ്ലൈ എന്നുള്ള ബട്ടണിലുണ്ട്. ഇവിടെ ഓൾറെഡി ഹാവ് എൻ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക. അപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി ഇവിടെ കാണാം, goclejuland@gmail.com എന്നുള്ളത്. ഞാനിതിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്ത മെയിൽ ഐ ഡി ആണ്. ഇനി എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്താൽ എനിക്ക് യൂസർ നെയിമായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ പാസ്വേഡ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഐ എം നോട്ട് എ റോബോട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക, ക്യാപ്ച, എന്നിട്ട് ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാം ഓൺലൈൻ ആപ്ലിക്കേഷൻ, ഇവിടെ കാണാം. അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ആപ്ലിക്കേഷൻ ഹിസ്റ്ററി. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി സെലക്ട് ചെയ്താൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും. ഇപ്പോൾ ഞാനിതൊക്കെ നിങ്ങൾക്ക് ഒരു ഡെമോ പർപ്പസിന് വേണ്ടി ചെയ്തുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് ഫീ അടയ്ക്കാത്തതുകൊണ്ട് കാണാം നിങ്ങൾക്ക് ഇവിടെ റിജക്റ്റഡ് എന്ന് വരും. നിങ്ങളുടെ ഇവിടെ എന്താണ് സക്സസ്ഫുള്ളി അല്ലെങ്കിൽ അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ടാണുള്ള അതാണ് വെരിഫൈഡ് എന്നുള്ളതൊക്കെയാണ് ഇവിടെ കാണിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഓൺലൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓൺലൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതാ കാറ്റഗറി നമ്പർ ഇതാണ് 8/2024. ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി. ഇപ്പോൾ അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ മാസം വന്ന നോട്ടിഫിക്കേഷനാണ് നമ്മുടെ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി. ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തില്ല, ചെറിയ രീതിയിൽ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാതിരിക്കാൻ കാരണം വെച്ചാൽ ഇതിലധികം ടീച്ചിങ് പോസ്റ്റും അങ്ങനെ കുറച്ച് വലിയ പോസ്റ്റുകളൊക്കെയാണ് ഇതിൽ വന്നത്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കമൻറ്റും ചെയ്തിട്ടും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇത് ചെയ്യാതിരുന്നത് ഇതിൻ്റെ വീഡിയോസ്. ഓക്കെ, പിന്നെ കുറഞ്ഞ വേക്കൻസിയുമാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. നമ്മൾ ഗ്രൂപ്പ് ഡി പോസ്റ്റ് ലെവൽ 1 പോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഏറ്റവും മുകളിൽ കിടക്കുന്ന നിങ്ങൾക്കിവിടെ കാണാം ലെവൽ 1. ഓക്കെ, അപ്പം 8/2024 മാറിപ്പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നമ്മുടെ ജനുവരി 23 മുതൽ ക്ലോസിംഗ് ഡേറ്റ് ഫെബ്രുവരി 22 ആണ്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഇതിലേക്ക് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന നമ്മളിതിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസിൽ ചെറിയ എഡിറ്റിങ്ങിനുള്ള ഓപ്ഷൻ നമുക്ക് RRB തരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മുടെ നോട്ടിഫിക്കേഷനിൽ അതിൻ്റെ ഒരു ഡേറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് ഒന്ന് സീക്ക് ചെയ്ത് കാണാം. ഇതാണ് ഈ ഡേറ്റ് കാണാം. നിങ്ങൾക്ക് 25/2/2025 മുതൽ 6/3/2025 എന്ന് പറയുന്ന ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയെങ്കിൽ തിരുത്താൻ പറ്റും. പക്ഷേ എല്ലാം തിരുത്താൻ പറ്റില്ല. നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് കൊടുക്കുന്ന ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കൊടുക്കുന്ന, ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന നമ്മുടെ പേര്, ഫാദറിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ID, മൊബൈൽ നമ്പർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. മെയിൽ ഫീമെയിൽ അങ്ങനെ കൊടുക്കുന്ന ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. കൂടാതെ നമ്മൾ ചൂസ് ചെയ്യുന്ന റെയിൽവേ അല്ലെങ്കിൽ RRB നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചൂസ് ചെയ്യുന്നത് അവിടെ കാണാൻ നിങ്ങൾക്ക് ഓപ്ഷൻ. ഇപ്പോൾ നമ്മൾ സദേൺ, അതായത് നമുക്ക് കേരളത്തിൽ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെന്നൈൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. ഏകദേശം നിങ്ങൾക്കിവിടെ കാണാം, നമുക്ക് ചെന്നൈ എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ. അപ്പോൾ ഇവിടെ ചെന്നൈ എന്നുള്ള നിങ്ങളിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് ആ എഡിറ്റിംഗ് ഡേറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ചെന്നൈ എന്ന് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഫിക്സ്ഡ് ആണ്. ഈ 2 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ ഡേറ്റിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓൾമോസ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് നമ്മൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കൊടുക്കുന്ന ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന RRB നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന അവർ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള കറക്റ്റ് ചെയ്യാൻ തരുന്ന ഒരു ഓപ്ഷനാണ്, ഒരു സമയമാണ്. ആ സമയത്ത് നമുക്ക് 25/2/2025 മുതൽ 6/3 വരെ നമുക്ക് എന്ത് ചെയ്യാൻ എഡിറ്റ് ചെയ്യാം, 10 ദിവസം നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാം. പക്ഷേ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത 2 കാര്യമാണ്. ഒന്ന്, നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസും നമ്മൾ ചൂസ് ചെയ്യുന്ന RRB നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് പെർമനൻ്റ് ആണെന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനൊക്കെ നിങ്ങൾ ഉറപ്പിച്ച് ഏത് RRBയിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി എന്നൊക്കെ നോക്കിയും കണ്ടു നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ശ്രദ്ധാപൂർവ്വം അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുവരെ നമ്മൾ RRB അല്ലെങ്കിൽ RRC നമ്മൾ ഡീബാറും ചെയ്തില്ല എന്ന് ഡിക്ലറേഷൻ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അങ്ങനെ നെക്സ്റ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത ഡീറ്റെയിൽസാണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, ഈ ഡീറ്റെയിൽസ് ഒക്കെ പെർമനൻ്റ് ആണ്. ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മാറ്റാൻ പറ്റില്ല. എനിക്കിവിടെ കാണാം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നമ്മുടെ മദറിൻ്റെ പേര്, അതുപോലെ ഫാദറിൻ്റെ പേര്, നമ്മുടെ പേര്, മെയിൽ ID, മൊബൈൽ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ബാക്കി ഇവിടെ കാണാം ഈ പറയുന്ന നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടത് മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ഇവിടെ സെലക്ട് ചെയ്യാം.
ഓക്കെ, ഹിന്ദു ഓർ മുസ്ലിം അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയൻ അവിടെ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ മാതൃഭാഷ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഇനി അതിനുശേഷം നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണ് എക്സാം വേണ്ടത്, മലയാളത്തിൽ എക്സാം വേണമെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. ഓക്കെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും SSLC, നിങ്ങൾക്ക് 2 ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലാക്ക് മോൾ, നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് എവിടെയാണ് കാണുന്നത് വെച്ചാൽ അതിവിടെ കൊടുക്കാം. ഇനി അതിനുശേഷം നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയാണ്, നമ്മുടെ കമ്മ്യൂണിറ്റി SC OBC EWC ഏതാ വെച്ചാൽ അത് കൊടുക്കുക. ജനറൽ ആണെങ്കിൽ UR എന്നുള്ളതാണ് കൊടുക്കേണ്ടത്, അൺറിസർവ്ഡ്. ഓക്കെ, അപ്പോൾ OBC ആണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ OBCയിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്, ക്രിമിലിയർ ആൻഡ് നോൺ ക്രിമിനൽ. അപ്പം ക്രിമിലിയർ കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന റിസർവേഷനോ മറ്റ് ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ OBC NCL ആണെങ്കിൽ, നോൺ ക്രിമിനൽ കാറ്റഗറി ആണെങ്കിൽ മാത്രമേ നമുക്ക് റിസർവേഷൻ കാര്യങ്ങളും കിട്ടുള്ളൂ. അപ്പം വാർഷിക വരുമാനം ഒരു നിശ്ചിത 8 ലക്ഷം അങ്ങനെന്താണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്, എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിൻ്റെ മുകളിൽ പോകുന്നവർക്കൊന്നും ഈ പറയുന്ന NCL സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അപ്പോൾ NCL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന രീതിയിലുള്ള റിസർവേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി ആണോ കൊടുക്കുന്നത് ആ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ റൂള്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാം സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനായിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അടുത്തവിടെ പോസ്റ്റൽ അഡ്രസ്സാണ്. പോസ്റ്റൽ അഡ്രസ് രീതിയിൽ 2 അഡ്രസ്സ് കൊടുക്കുന്നു. പ്രസൻറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. നിങ്ങളിപ്പോൾ നിലവിൽ പ്രസൻ്റ്ലി നിങ്ങൾ എവിടെയാണോ താമസിക്കുന്ന അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. അതിൻ്റെ ഇനി നിങ്ങൾക്ക് ഇവിടെ പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കാൻ വേറെ തന്നെ ഉണ്ട് കോളം. അപ്പോൾ നിങ്ങൾ പെർമനൻറ്റ് അഡ്രസ്സ് ഏതായാലും അത് കൊടുക്കുക. ഇനി 2 സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രസൻറ്റ് അഡ്രസ്സ് ഫില്ല് ചെയ്തിട്ട് സെയിം ആസ് എന്നുള്ളൊരു ടിക്ക് ചെയ്താൽ നിങ്ങൾക്കാണ് ഈ റൈറ്റ് സൈഡിൽ ഇവിടെ കൊടുത്ത അഡ്രസ്സ് ഇവിടെ കോപ്പി ആയിക്കോളും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം സേവ് ആയി. എന്നിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അങ്ങനെ നെക്സ്റ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങളോട് അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇവിടെ എനിക്ക് കാണാൻ പറ്റും എക്സ് സർവീസ്മാൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ പറയുന്ന RRBയുടെ മറ്റ് എക്സാമുകൾക്ക് എഴുതിയെങ്കിൽ നമ്മൾ ആ ഒരു എക്സാമിന് കൊടുത്ത ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, ഇവിടെ സേവ് ആയിട്ടുണ്ടാവും. ഇനി അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റങ്ങൾ വരുത്താനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ആ സെയിം ഡാറ്റ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കൂടുതൽ എഡിറ്റ് ചെയ്യേണ്ട ഏതെങ്കിലും ഭാഗം ഉണ്ടോ നോക്കിയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് PWD ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. നമുക്ക് സ്ക്രൈബിനെ വേണമെങ്കിൽ, അതായത് എക്സാം എഴുതുന്നതിന് നമുക്ക് സഹായി വേണമെങ്കിൽ അതിനുള്ള കാര്യങ്ങളാണ്. അതൊക്കെ PWD കാൻഡിഡേറ്റ്സിൻ്റെ കാര്യങ്ങളാണ്. ദെൻ നിങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നിൽ നിൽക്കുന്ന EBC എന്ന് പറയും. അപ്പോൾ EBC സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫീ റിലാക്സേഷനെ കിട്ടും. അപ്പോൾ ദയവേത് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോ കാണണം. അതിലെല്ലാ കാര്യങ്ങളും എന്താണ് EBC, എന്താണ് മൈനോറിറ്റി, ആർക്കൊക്കെയാണ് ഫീ റിലാക്സേഷൻ എല്ലാം ഞാൻ അതിൽ വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് കൂടുതൽ ഇവിടെ പറയുന്നില്ല, കാരണം ആ വീഡിയോ കണ്ടവർക്ക് അത് ഭയങ്കര വീണ്ടും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞാൽ അതൊരു ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ കാണാം, നമ്മൾ ഇന്ത്യൻ റെയിൽവേ എംപ്ലോയി ആണോ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഇനി അതല്ല നിങ്ങൾ വേറെ റെയിൽവേയിലല്ല വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ PSC അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇതിലൊന്നും നമുക്ക് ബാധകമല്ലെങ്കിൽ നമ്മൾ നോട്ട് അപ്ലിക്കബിൾ എന്നുള്ള സെലക്ട് ചെയ്താൽ മതി. ഇനി അടുത്തതാണ് നമ്മുടെ ഈ പറയുന്ന റെയിൽവേയിൽ അപ്രന്റീഷിപ്പ് ചെയ്തവർക്ക് എന്താണ് നിശ്ചിതമായിട്ടുള്ള വെയിറ്റേജ് ഉണ്ട്. അവർക്ക് സെപ്പറേറ്റ് ഹൊറിസോണ്ടൽ റിസർവേഷനൊക്കെ റെയിൽവേ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എങ്ങനെയാണ് ആ വെയിറ്റേജ് വരുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം ഞാൻ ഈ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് നിങ്ങൾ വീഡിയോ കാണുക. ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദയവായിട്ട് നിങ്ങൾ കണ്ടവർ ഒന്നും വിചാരിക്കരുത്. കാരണം എന്താ വെച്ചാൽ പുതുതായിട്ട് കാണുന്നവർക്ക് ഒരു ഡയറക്ഷൻ കൊടുത്തു എന്നുള്ളതാണ്. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അപ്രന്റീഷിപ്പ് ചെയ്തവർക്ക് എന്ത് ബെനിഫിറ്റ് ആണെന്നുള്ളത് ഈ വീഡിയോയിൽ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ അപ്രന്റീഷിപ്പ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ, അതായത് റെയിൽവേയിലുള്ളതാണ് ചോദിക്കുന്നത് കേട്ടോ, നിങ്ങളോട് റെയിൽവേയിൽ അപ്രന്റീഷിപ്പ് ചെയ്തവരാണ് ഇവിടെ കൊടുക്കേണ്ടത് യെസ് എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെ യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഏത് ട്രേഡ് ആണെന്ന് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ആണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വിവിധ ട്രേഡുകളുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് എനി ഡിസിപ്ലിൻ എന്നാണ് ഇവിടെ കാണുന്നത്. ഇന്നലെ ഞാൻ എടുത്ത് നോക്കുന്ന സമയത്ത് വിവിധ ട്രേഡുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വിവിധ ട്രേഡുകളിൽ എന്ന് വെച്ചാൽ എല്ലാ ട്രേഡുകളും ഇല്ല, ഒരു ലിമിറ്റഡ് ആയുള്ള ട്രേഡുകൾ. ഇപ്പോൾ ഇനി ഇത് എനിക്ക് തോന്നുന്നു ക്രോമിൻ്റെ ഇഷ്യൂസ് അല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്രോമിന് ഇടയ്ക്ക് ഇങ്ങനത്തെ ഡ്രോപ്പ് ഡൗൺ ഒരു കളിയുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ ഞാൻ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ ഒരുപാട് ട്രേഡ് ഉണ്ടായിരുന്നു. ആ ട്രേഡ് ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് തന്നെ ശരിക്കും സ്യൂട്ടബിൾ ആണ്. എനി ഡിസിപ്ലിൻ എന്നുള്ളത് മതി ശരിക്കും. കാരണം നമുക്ക് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാരണം എല്ലാ ട്രേഡുകളും ഇതിലില്ല. അപ്പോൾ ഇതിൽ നമുക്ക് മുകളിൽ എനി ഡിസിപ്ലിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ഡ്രോപ്പ് ഡൗൺ മെനു ആയതുകൊണ്ട് തന്നെ നമുക്ക് മാനുവലി എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇല്ലാത്ത ട്രേഡ് നമ്മൾ എനി ഡിസിപ്ലിൻ എന്നുള്ളതാണ് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ അവർ നിലവിൽ ഇപ്പം ഇത് നമ്മുടെ ടെക്നിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ മീൻസ് ഞാൻ ഈ പറഞ്ഞ മൊസില്ല ആണ് ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൊസില്ലയുടെ ഈ പറയുന്ന ഒരു ഇടയ്ക്കൊരു ഇഷ്യൂ ഉണ്ട്. ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ചെറിയൊരു കളിയുണ്ട്, അതെന്താണെന്നറിയില്ല. അപ്പോൾ അത് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ മറ്റിൽ പോയി നോക്കുക, ക്രോമിൽ പോയി നമ്മളത് എടുക്കാൻ പറഞ്ഞാൽ കുറേ ടൈം പിടിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളത് കമൻറ്റ്
കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ എന്താണ് ഇവിടെ എനി ഡിസിപ്ലിൻ എന്നുള്ളതാണെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ ഇവിടെ നിങ്ങൾക്ക് വേറെ ഇതിൻ്റെ അടിയിലേക്ക് കാണിക്കുകയാണെങ്കിൽ ഇനി അവർ അപ്ഡേറ്റ് ചെയ്ത് വേറെ ഇവിടെ തരികയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ട്രേഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇലക്ട്രീഷ്യൻ, വെൽഡർ അങ്ങനെ തുടങ്ങിയ ഏതെങ്കിലും ട്രേഡ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതാണോ ചെയ്താൽ സെലക്ട് ചെയ്യാം. ഇനി ഇതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എനി ഡിസിപ്ലിൻ അല്ലെങ്കിൽ അതർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നമ്മുടെ ടൈം ഓഫ് ഇത് കൊടുക്കണം, അതായത് ട്രെയിനിങ് ടൈം സ്റ്റാർട്ട് ചെയ്തത്, അതായത് നമ്മുടെ അപ്രന്റീഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ആണ് ട്രെയിനിങ് ഫ്രം ഡേറ്റ് കൊടുക്കേണ്ടത്. നമ്മുടെ ട്രെയിനിങ് എൻഡ് ചെയ്ത് അപ്രന്റീഷിപ്പ് എൻഡ് ചെയ്ത ഡേറ്റ് ആണ് ട്രെയിനിങ് 2 എന്നുള്ളത് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇനി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡ്യൂറേഷൻ കാണിക്കും കേട്ടോ, ട്രെയിനിങ്ങിൻ്റെ ഡ്യൂറേഷൻ ഇവിടെ ഇയറും മന്തും കൂടെ കാണിക്കും. നിങ്ങളുടെ അപ്രന്റീഷിപ്പിന് നാഷണൽ അപ്രന്റീഷിപ്പ് NAC-യുടെ സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ടാവും, അതുകൂടെ കൊടുക്കാം. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഉണ്ടാവും, അതുകൂടെ കൊടുക്കാം. നിങ്ങൾക്ക് നേടിയിരിക്കുന്ന മാർക്ക് ഉണ്ടാവും. ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന എന്താണ് ഒരു മാർക്ക് കിട്ടി വിചാരിച്ചാൽ ആ മാർക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ, ഞാൻ വെറുതെ ഒരു റാൻഡംലി കൊടുക്കുകയാണ്, നിങ്ങളത് കറക്റ്റായിട്ട് കൊടുക്കട്ടോ. ഞാൻ വെറുതെ ഒരു മാർക്ക് ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പം 400-ൽ 300 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക വെറുതെ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ മാർക്ക് എത്രയാണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മൾ നേടിയ മാർക്കാണ് മാർക്ക് ഒബ്റ്റൈൻഡ് എന്നുള്ളടത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഔട്ട് ഓഫ് എത്രയാണെന്നുള്ളതാണ് 400 ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. ദെൻ നേടിയ മാർക്ക്, അപ്പോൾ ഇത് 400 ഒന്നല്ല, നിങ്ങൾ എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഡെമോ പർപ്പസിന് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഒരു എക്സാമ്പിളാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ ഔട്ട് ഓഫ് വരുന്നത് അത് ഇവിടെ കൊടുക്കുക, ഇതിന് എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് അത് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സേവ് എന്ന് കൊടുക്കണം. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വെയിറ്റേജ് നമുക്ക് നിശ്ചിതമായിട്ടുള്ള വേക്കൻസി ഉണ്ട്, അതിലേക്ക് നമ്മളെ പരിഗണിക്കും. അതായത് ഗ്രൂപ്പ് ഡിയുടെ 20% ഈ പറയുന്ന നമ്മുടെ റെയിൽവേയിൽ നമ്മൾ അപ്രന്റീഷിപ്പ് ചെയ്തവർക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം വേക്കൻസികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയേണ്ടതില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇവിടെ എന്താണ് നോ കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ കാണിക്കുക എന്നുള്ള പർപ്പസിന് വേണ്ടി അത് ചെയ്താണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, സേവ് എന്ന് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അടുത്തത് ഇവിടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇവിടെ 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മുൻപത്തെ ഏതോ ടെക്നീഷ്യൻ്റെ ഇതിനൊന്ന് വേണ്ടി ചെയ്ത സമയത്ത് ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിവിടെ ഇങ്ങനെ കാണിക്കും കേട്ടോ. ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്കിത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് വെറുതെ ഡിലീറ്റ് ചെയ്ത് ഫ്രഷ് ആയിട്ട് തന്നെ. ഓക്കെ, ഡിലീറ്റ് ചെയ്യാൻ ഇവിടെ ബട്ടൺ ഉണ്ടെങ്കിലും നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. കണ്ടോ, ഇവിടെ എഡിറ്റ് എന്നുള്ള പെൻസിലിൻ്റെ ബട്ടൺ ഉണ്ട്, ആ പെൻസിലിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചേഞ്ച് വരുത്താം. ഓക്കെ, മെട്രിക്കുലേഷൻ SSLC എന്തായാലും നമ്മൾ കൊടുക്കണമല്ലോ, SSLC ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ SSLCയുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ SSLC എന്നുള്ള നമ്മൾ മെട്രിക്കുലേഷൻ SSLC എന്നുള്ള സെലക്ട് ചെയ്യാം. നമ്മുടെ സ്റ്റേറ്റ് ഏതായാലും സെലക്ട് ചെയ്യാം. അതുപോലെ നമ്മളെ ഏത് ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ പഠിച്ചു വെച്ചാൽ സെലക്ട് ചെയ്യാം. ബോർഡ് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ നിങ്ങൾ സ്റ്റേറ്റ് ബോർഡ് ആണ് കൊടുക്കുക, CBSE ആണ് അത് കൊടുക്കുക, ICSE ആണ് അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ഡേറ്റ് ഓഫ് പാസിംഗ് കൊടുക്കുക, റോൾ നമ്പർ കൊടുക്കുക. പിന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റിൻ്റെ സീരിയൽ നമ്പർ ഇവിടെ കൊടുക്കാനുണ്ട് കേട്ടോ. നമ്മുടെ SSLCയുടെ സർട്ടിഫിക്കറ്റിൻ്റെ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ. ആ നമ്പർ എന്ത് ചെയ്യണം, അവിടെ അടിച്ചു കൊടുക്കണം നിങ്ങൾ. ഓക്കെ, എന്നിട്ട് ഇതാ അപ്ഡേറ്റ് എന്നുള്ളത് കൊടുക്കുന്നു ഞാൻ. അപ്പം കാണാം യുവർ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. ഇനി ഞാനിവിടെ നിങ്ങൾക്ക് ഇനിയും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ITI പഠിച്ചിട്ടുണ്ടെങ്കിൽ ITI ഇതിലേക്ക് ആഡ് ചെയ്യാം. കണ്ടോ, ITI എന്നുള്ള സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾ ഇതാ NAC നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇതുപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, എനി ഡിസിപ്ലിൻ സെലക്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. എവിടെയാണ് ഇത്, സ്റ്റേറ്റിലാണ് നിങ്ങൾ പഠിച്ചത്, ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾ പഠിച്ചത്. ഓക്കെ, നിങ്ങളുടെ ഇഷ്യൂ ചെയ്തത് NCVT ആണോ, ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണോ, സർട്ടിഫിക്കറ്റ് ടൈപ്പ് ഇതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. ഇനി അടുത്ത ഘട്ടം പറയുന്നത് നമ്മുടെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യലാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോ സിഗ്നേച്ചറിനെ കുറിച്ച് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത് പ്രത്യേകം ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ആ വീഡിയോ കാണണം. അപ്പോൾ ഫോട്ടോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഒരു ഓപ്ഷൻ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. 240 പിക്സൽ വിഡ്ത്തും 320 പിക്സൽ എന്താണ് ഹൈറ്റും ഉണ്ടായിരിക്കണം ഫോട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ വെബ്സൈറ്റിൽ പോകാം. നിങ്ങൾ GeoCL എജുലാൻഡിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. GeoCL എജുലാൻഡ് സെർച്ച് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈസി ടൂൾ, നമ്മുടെ ചാനലിൻ്റെ പേരെന്നാണ്. ഓക്കെ, GeoCL എജുലാൻഡ് സെർച്ച് ചെയ്യാം. ഈസി ടൂളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഈസി ടൂളിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാ ഫോട്ടോ എഡിറ്റർ, 3 ഫോട്ടോ എഡിറ്റർ ടൂൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫോട്ടോ എഡിറ്റർ 1 നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതിൽ ഇട്ടിട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫോട്ടോ എഡിറ്റർ 1 ഞാനിപ്പോൾ എടുത്തിട്ട് ഞാൻ സെലക്ട് ഫയൽ എന്ന് കൊടുക്കുന്നു. നിങ്ങൾക്ക് മൊബൈൽ വ്യൂ ആകുമ്പോൾ ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അതിലേക്ക് ചെയ്താൽ മതി. 1 വർക്കായിട്ടില്ലേ, നിങ്ങൾക്ക് 2 ഉപയോഗിക്കാം. ക്രോപ്പ് ചെയ്യണമെങ്കിലൊക്കെ 2 ഉപയോഗിക്കാം, 3 ഉപയോഗിക്കാം. അങ്ങനെ 3-4 രീതി ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനതിൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. ഡെസ്ക്ടോപ്പ്, ഇതിലൊരു ഫോട്ടോ എഡിറ്റ്, ഇതിൽ ഒരു ഡെമോ ജസ്റ്റ് ഒരു ഫോട്ടോ അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. 240 പിക്സൽ വിഡ്ത്തും 320 പിക്സൽ ഹൈറ്റും ആണ് പറഞ്ഞിരിക്കുന്നത്. പഠിക്കുമ്പോൾ തന്നെ അത് റീസൈസ് ആകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.
ഇനി ഹൈറ്റ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് 320 ഓക്കെ. ഇനി വേറെ എന്താ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തു വെച്ചാൽ നിങ്ങൾക്ക് കാണാം 50 KB-യുടെയും 100 KB-യുടെ ഇടയിലായിരിക്കണം ഫയൽ സൈസ്. ഓക്കെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് പ്രത്യേകമായിട്ട് ഇതിൽ നമ്മുടെ ഫേസ് ഒക്കെ നല്ല രീതിയിൽ കാണുന്ന വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എന്നൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. 2 മാസത്തിൻ്റെ ഉള്ളിൽ എടുത്ത റീസെൻറ്റ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ഒരു 100 DP എങ്കിലും നമ്മൾ കൊടുക്കും ഇവിടെ. ഓക്കെ. ഇവിടെ DP എന്നുള്ള ഓപ്ഷൻ കണ്ടോ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, ഇതിൽ DPI. ഓക്കെ. അത് നമ്മളൊരു 100 ആക്കി കൊടുക്കാം. ഇനി നിങ്ങളിവിടെ കൊടുക്കേണ്ടത് നമുക്ക് 80-ൻ്റെയും 50-ൻ്റെ ഇടയിലാണ് വരേണ്ടത്. 50-ൻ്റെയും 100 KB-യുടെ ഇടയിലാണ് ഫയൽ സൈസ് വരേണ്ടത്. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, അത് കിട്ടണം നിങ്ങൾക്ക്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒരു നമ്മൾ 120 നമ്മളിവിടെ കൊടുത്തു വെക്കാം. ഓക്കെ. 120 എന്നുള്ളത് നമുക്ക് എത്ര ഫയൽ സൈസ് ലിമിറ്റാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ മാക്സിമം ഒരു 100 KB-യാണ് വേണ്ടത്. അപ്പോൾ നമ്മളൊരു 20 KB-യുടെ കൂട്ടിയിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഡൗൺലോഡ് എന്നുള്ള കൊടുക്കുകയാണ്. അതിന് ഡൗൺലോഡ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 60 KB ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫയൽ സൈസ് കുറവുള്ള ഫയലാണെങ്കിലും അത് ഇൻക്രീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ പറയുന്ന DP ഒക്കെ മാറ്റി ഈ ഫയൽ സൈസിൻ്റെ ഇതൊക്കെ നമ്പർ കുറച്ചും കൂടെ കൂട്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വിഡ്ത്തും ഹൈറ്റും മാറ്റരുത്, അത് അങ്ങനെ തന്നെ കൊടുക്കുക. ഫയൽ സൈസിൻ്റെ ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഒരു ലെവലിലേക്ക് നമുക്ക് ആ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ എന്തായാലും നിങ്ങൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, ശരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ബ്രൗസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ബ്രൗസറിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ റീസൈസ് ചെയ്ത ഇമേജ് ഞാനതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി ഇവിടെ നമുക്ക് റെയിൽവേയിൽ തന്നെ നമുക്ക് ഒരു ടൂൾ വന്നിട്ടുണ്ട് ഒന്ന് ക്രോപ്പ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഫേസ് ഒരു 50% നമ്മൾ ഇതിൽ വരുന്ന രീതിയിൽ നമ്മൾ അത്യാവശ്യം നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ഫോട്ടോയിൽ കവർ ആകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് ക്രോപ്പ് ചെയ്യുന്ന രീതിയിൽ ആക്കി കഴിഞ്ഞാൽ ഇത് അവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ഫോട്ടോ വന്നിട്ടുണ്ട്. ഓക്കെ. ഇത് ഞാനൊരു എക്സാമ്പിൾ വെറുതെ ഒരു ഫോട്ടോ എടുത്താണ്. നിങ്ങൾ കറക്റ്റായിട്ട് ക്യാമറയിലേക്ക് നോക്കുന്ന രീതിയിൽ ഫ്രണ്ടിലേക്ക് അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ അത് ഇതാക്കുക. നല്ല ക്ലിയർ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. കാരണം നിങ്ങളുടെ ക്ലിയർ ഇല്ലെങ്കിൽ ഫോട്ടോ റിജക്റ്റ് ചെയ്യട്ടോ, മീൻസ് നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആയി പോകുന്ന അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഫോട്ടോ നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ, നിങ്ങൾ റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ സ്റ്റുഡിയോന്ന് തന്നെ പറയാം മാക്സിമം ഈ ഒരു ഫയൽ സൈസിലേക്ക് എന്ത് ചെയ്യുക, നിശ്ചിതമായുള്ള ഒരു റേഷ്യോ ഈ പറയുന്നത് കാണാം 320x250 പിക്സലിൽ നമ്മളെ ഫേസൊക്കെ നല്ല രീതിയിൽ കാണുന്ന രീതിയിലാക്കി തരാൻ പറയാം. അതായിരിക്കും കുറച്ചും പാടെ നല്ലത്. ഇനി നിങ്ങൾക്ക് നമ്മുടെ ടൂൾ ഉപയോഗിക്കാം. അത് ഈ പറഞ്ഞ രീതിയിൽ അത് നിങ്ങളുടെ റിസ്ക്കിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരിക്കലും ഗ്യാരണ്ടി ഒന്നും പറയില്ല. കാരണം നമുക്ക് വേറൊരു നിർവാഹം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന റീസൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റർ 2 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ഇത് വെച്ചിട്ടാണ് ചെയ്യാറ്. നമ്മുടെ അപേക്ഷ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം ഇപ്പോൾ പല എക്സാമും കഴിഞ്ഞു, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. എങ്കിലും ഞാനത് ഉറപ്പ് വരുത്താറുണ്ട്. അത് ക്ലിയർ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ക്ലിയർ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഇത് നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാനും അതുപോലെ ഫ്ലിപ്പ് ചെയ്യാനും നമുക്ക് ക്രോപ്പ് ചെയ്യാനും അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉള്ള അങ്ങനെ 3 ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അടുത്ത ഫോട്ടോ എഡിറ്റർ 3 ഇവിടെ കാണാം. ഓക്കെ. ഇതിൽ നമുക്ക് ഒന്നുപാടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ നമുക്കിങ്ങനെ വലിച്ച് ക്രോപ്പ് ചെയ്യാനും വിഡ്ത്തും ഹൈറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ, ക്വാളിറ്റി ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബട്ടൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് 3 വേണം നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ. പ്രോപ്പർ ആണെന്ന് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം. ഇനി അടുത്ത് നമ്മൾ സിഗ്നേച്ചറാണ്. സിഗ്നേച്ചറും കൂടെ കാണാൻ പറ്റും. നമുക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ബ്ലാക്ക് ഇങ്ക് കൊണ്ടെന്നാണ്. പക്ഷേ ഇവിടെ നമുക്ക് ബ്ലൂ ഇങ്ക് എന്ന് കാണിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങൾ ബ്ലാക്ക് ഇങ്ക് തന്നെ ചൂസ് ചെയ്തോളൂ വൈറ്റ് പേപ്പറിൽ കേട്ടോ. അപ്പോൾ നമ്മൾ സൈൻ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു വൈറ്റ് പേപ്പറിൽ നമ്മൾ ഈ പറയുന്ന ഡയമെൻഷനിൽ 50 മില്ലിമീറ്റർ ഇൻറ്റു 20 മില്ലിമീറ്റർ എന്ന് പറയുന്നത്, 20 എന്ന് പറയുന്നത് ഹൈറ്റും 50 മില്ലിമീറ്റർ എന്ന് പറയുന്നത് ലെങ്ത്തും കൊടുത്തിട്ട് നമ്മളൊരു ബോക്സ് വരച്ചിട്ട് ആ ബോക്സിൽ ഒരു 80% കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്യാം. ഓക്കെ. എന്നിട്ട് അത് നല്ല രീതിയിൽ സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഈ ഡയമെൻഷനിലേക്ക് 140x60 പിക്സൽ എന്ന് പറയുന്ന ഡയമെൻഷനിലേക്ക് മാറ്റിയിട്ട് അത് നമ്മുടെ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ടൂൾ ഉപയോഗിച്ചിട്ട് 30 KB 50 KB ഇടയിലേക്ക് ആക്കാം. ഇത് നെക്സ്റ്റ് നമ്മൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യലാണ്. അപ്പോൾ സിഗ്നേച്ചർ നമ്മൾ അതുപോലെ ഇവിടെ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ പറയുന്ന 160 നമ്മുടെ ഫോട്ടോ എഡിറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 30 KB 50 KB ഇടയിൽ വേണം. ഞാനത് റീസൈസ് ചെയ്തിവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടെ കാണാം. ജസ്റ്റ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ. ഞാൻ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഇവിടെ സിഗ്നേച്ചർ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആരോന്ന് നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോൻ്റെ അടിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ഒരു നല്ല പേപ്പറിൽ നിങ്ങൾ ഈ പറയുന്ന ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്കാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ഇവിടെ ബ്ലൂ എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഒരു സൈൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല വൃത്തിയിൽ കാണുന്ന രീതിയിൽ നല്ല ക്ലിയർ വേണം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടായിരിക്കും മേ ബി അത് സിസ്റ്റം എടുക്കാത്തത്. നല്ല ക്ലിയറിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്താം. എന്നിട്ട് നമ്മളിവിടെ സേവ് എന്ന് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ. ദെൻ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കൂടെ കാണാൻ പറ്റും, പേജ് ലോഡായി വരുന്നുള്ള.
നമുക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ പ്രിഫറൻസിന് അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ സദേൺ റെയിൽവേയിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ വിവിധ എന്താണ് വർക്ക്ഷോപ്പ്, അതായത് നിങ്ങൾക്ക് ഇവിടെ SR അസിസ്റ്റൻറ്റ് വിവിധ പോസ്റ്റുകളാണ് ഇതിൽ. ഓക്കെ, ICF അസിസ്റ്റൻറ്റ്, അങ്ങനെ കുറേ കാറ്റഗറി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട്, അതിങ്ങനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ റൈറ്റ് സൈഡ് കോളത്തിലേക്ക് അത് ആഡ് ആവും. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങൾ ആദ്യം ക്ലിക്ക് ചെയ്യുക, എന്നാൽ അതിന് അനുസരിച്ചത് പ്രിഫറൻസ് വരും. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അവിടെ നിന്നും അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ കാണിക്കാം. നമ്മളിങ്ങനെ ഇതാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 10ാമത്തെ കാറ്റഗറി, ഇത് നമുക്കിതിലിപ്പം 13 കാറ്റഗറിയാണ് ചെന്നൈയിൽ വരുന്നത്. അപ്പോൾ ഇതിലും നിങ്ങൾക്കൂടെ കാണാം. അപ്പം എനിക്ക് വേണ്ടത് ഇപ്പം ഫോർ എക്സാമ്പിൾ 13ാമത്തെ കാറ്റഗറിയാണ് വിചാരിക്കുക. ഇതിൽ ഇവിടെ കാറ്റഗറി നമ്പർ 14ആണ്, ഇതിൻ്റെ സീരിയൽ നമ്പറാണ് ഇവിടെ 13 കേട്ടോ. അപ്പോൾ എനിക്ക് 14ാമത്തെ കാറ്റഗറി എനിക്ക് ഏറ്റവും മുകളിൽ വേണമെന്ന് വെച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളതിങ്ങനെ ഇവിടേക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിടാം കേട്ടോ. മുകളിലേക്ക് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഏറ്റവും മുകളിൽ കൊണ്ടുവരാം. ഇനി ഇവിടെ 4ാമത്തെ കാറ്റഗറി 4ആണ് വേണ്ടത് വെച്ചാൽ ജസ്റ്റ് അങ്ങോട്ട് എനിക്ക് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ. വെറുതെ റാൻഡമായിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് നോക്കിയിട്ട് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ നമ്മളെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യാൻ നമ്മളടുത്ത് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ വേക്കൻസി എവിടെയാണ് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, എടുത്തിട്ട് നിങ്ങൾ നോക്കണം ആദ്യം കൊടുക്കേണ്ടത് ഏതാണെന്നൊക്കെ. നമുക്ക് എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ പിന്നെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ആദ്യം ചെയ്ത് വെക്കുക. നിങ്ങളൊരു പേപ്പറിൽ നിങ്ങൾ നമ്പർ ഇട്ട് വെക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷനിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഇവിടെ നിന്ന് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ഞാൻ കാണിക്കാം. ഓക്കെ, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ, ഇതാണ് നമ്മുടെ RRBയുടെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ. താഴോട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴത്താണ് ഇതിൻ്റെ വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ RRB, ഇപ്പോൾ ചെന്നൈ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏത് RRBയിലേക്കാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ ചെന്നൈൻ്റെ അടുത്ത് കാണിച്ചു തരാം. ചെന്നൈ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ചെന്നൈ. ഓക്കെ, അപ്പോൾ ഇതാണ് ചെന്നൈൻ്റെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങളത് അറേഞ്ച് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഏതിലേക്കാണ്, നിങ്ങൾക്ക് എല്ലാത്തിലേക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ഒന്നെങ്കിൽ SSLC വെച്ച് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ITI വെച്ച് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് NSC വെച്ച് അപ്ലൈ ചെയ്യാം. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വെച്ച് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ SSLC ITI ഉള്ളവർക്ക് SSLC ITI വെക്കാം. ഇനി SSLC മാത്രമാണെങ്കിൽ SSLC മാത്രം മതി, ഇതിലേക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ITIൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാറ്റഗറിയിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നതാണ് രണ്ടിൽ തന്നെ 2 കാറ്റഗറി ഒന്നുണ്ട്. അത് ഒന്ന് മെക്കാനിക്കൽ ICFും SRും ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇത് കാറ്റഗറി നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കി എഴുതി വെച്ചാലും മതി, കാറ്റഗറി നമ്പർ. ഇനി അതുപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന കോഡ് നമ്മുടെ ഏതാണ്, SR ആണോ ICF ആണോ ഏതായാലും നിങ്ങൾ അതിനനുസരിച്ച് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ടോട്ടൽ വേക്കൻസി ഇവിടെ നോക്കാം നിങ്ങൾക്ക്. ഇനി നമ്മുടെ അപ്രൻറ്റീഷിപ്പ് റെയിൽവേയിൽ കഴിഞ്ഞവരാണെങ്കിൽ അവർക്കുള്ള വേക്കൻസി ഏറ്റവും കൂടുതൽ എവിടെയാണ്, ഏറ്റവും കുറവ് ഏതാണ് എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് അവരെന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കുക. നമ്മൾ കൊടുത്താൽ ഓക്കെയാണ്. ഇത് നമ്മുടെ പ്രിഫറൻസ് ആണ്. ആദ്യം നിങ്ങൾക്ക് ഏതാ വേണ്ടി വെച്ചിട്ട് മുകളിൽ കൊടുക്കണം, രണ്ടാമത് വേണ്ട അടിയിൽ, മൂന്നാമത് അങ്ങനെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഡിക്ലറേഷൻ കൊടുക്കുക. നിങ്ങളുടെ പ്ലേസ് ചെയ്താൽ ഓക്കെ, നിങ്ങളുടെ പ്ലേസ് ഇവിടെ കൊടുത്തിട്ട് ശേഷം നിങ്ങളിത് അവിടെ സേവ് കൊടുക്കുക. സേവ് എടുത്താൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ സേവ് ആയി. ഇനി പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഓക്കെ, അങ്ങനെ പ്രിവ്യൂ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതെല്ലാം ചെക്ക് ചെയ്യുക. നമ്മൾ കൊടുത്ത ഓർഡർ തന്നെയാണോ വന്നിരിക്കുന്നത്, എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യണം. നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ എഡിറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്, ഇല്ലെങ്കിൽ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കാൻ നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഫീൻ്റെ കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഫീ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം ഞാനിവിടെ എഡിറ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കുകയാണ്. ഞാൻ അത് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാം. ഞാനൊരു ഡെമോ പർപ്പസിന് വേണ്ടി ചെയ്താണ്. ബാക്കി അങ്ങോട്ട് നിങ്ങൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഫീ പേയ്മെൻ്റ് ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി പോയാൽ നിങ്ങൾക്ക് അതിവിടെ കാണാൻ പറ്റും. ഓക്കെ, പേയ്മെൻറ്റ് ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ കാണാൻ നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ സ്റ്റാറ്റസ്, പേയ്മെൻറ്റ്, അങ്ങനെ ഓരോന്നും ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് വെരിഫൈ പേയ്മെൻറ്റ്, നിങ്ങൾക്ക് പേയ്മെൻറ്റ് എന്തെങ്കിലും ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്തിട്ട് വീണ്ടും ചെയ്യാൻ പറ്റും. ദെൻ വ്യൂ ആപ്ലിക്കേഷൻ, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ വരും. അതിലെ മോഡിഫൈ ചെയ്യാനുള്ള, അങ്ങനെ ഓരോ നമുക്ക് ആ ഡേറ്റ് വന്നാലും മോഡിഫൈ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ ആക്റ്റീവ് ആവും. പേയ്മെൻറ്റ് ഹിസ്റ്ററിയും കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ്, ടെക്നിക്കൽ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈവ് വന്നിട്ട് വേണമെങ്കിൽ അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് നമ്മുടെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ടീമുണ്ട്, കോൺടാക്ട് ചെയ്യാം. സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. ക്ലിക്ക് ചെയ്യുന്നത് വാട്സപ്പിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് കൊടുത്താൽ മതി. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതോടൊപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ സോഷ്യൽ മീഡിയാസ് എല്ലാം ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക് ഉണ്ട്, GOCL ലാൻഡ് പേജ്, ഇതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്, കൂടെ കാണാം. അതിൽ പേജിൽ ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ തേർഡ് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം എല്ലാത്തിൻ്റെയും ലിങ്കുകളോടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ആപ്പ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്ഡേഷൻ ഒന്നും നിങ്ങൾക്ക് മിസ്സാതെ കറക്റ്റായിട്ട് ലഭിക്കും. ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.